ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേരിക്കും മധ്യ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന പേരിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നൊരു ചോദ്യം. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം എല്ലാ ദിവസവും NEC-ക്ക് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ വാസ്തവമായി നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര പേര് യഥാർത്ഥമായി ഈ ഒരു പർപ്പസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? യാഥാർത്ഥ്യമായ ആഴത്തിൽ. കാരണം നമുക്കറിയാം വലിയൊരു വെല്ലുവിളികളുടെ മധ്യമാണ് ഈ പർപ്പസസ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പർപ്പസസ് ഇവിടെ നിൽക്കാതിരിക്കത്തക്കവണ്ണം പല രീതിയിൽ വിഷയങ്ങൾ വന്നിട്ടും ദൈവമാണ് എന്ത് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ഈ വഴുത ശുശ്രൂഷയുടെ വിഷയം എന്നോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പെട്ടെന്ന് ഇടപെട്ട ഒരു വിഷയമാണ് എബനേസർ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിലുണ്ടായിരുന്ന പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയി, ഫെലിസ്ത്യർ മടക്കിക്കൊണ്ട് വരുമ്പോൾ അവർ മടക്കി തിരിച്ചു കൊണ്ടുവന്ന് അത് കിരീട നിവാസികൾ യഹോവയുടെ പെട്ടകം എടുത്ത് അബിനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ആയിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം വിലപിക്കുകയാണ്. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം മാറി നിൽക്കും. അവിടെ അവരോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞൊരു ഭാഗം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്നത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തേര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നീ വിടുവിക്കും. അവിടെ ശമൂവേൽ പ്രവാചകൻ ജനത്തോട് പറയുന്നത് നാം എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം. വാർത്താ മാധ്യമങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ മറന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ മറന്നത് മുഖാന്തരമായി, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് മുഖാന്തരമായി ആ രാജ്യങ്ങളിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ അനുഭവങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിലും ഫ്രാൻസില്, ഇറ്റലിയില്, ജർമ്മനിയില് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അധപ്പതനത്തിന്റെ അനുഭവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഭയം വരുന്ന നിലവാരത്തിൽ എന്ത് ചെയ്തു? ആ രാജ്യങ്ങൾ പിടിച്ചടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ദൈവവചനം ഇസ്രായേൽ ജനത്തോട് സ്വതന്ത്രം പ്രവാചകൻ ശമൂവേൽ പറയുന്ന ദൈവവചനം നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെല്ലാം നാം ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ജീവിക്കുന്നു, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറുന്നു എന്നൊക്കെ നമ്മൾ തോന്നുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഈ ഇൻസിഡന്റുകളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു വിഷയമുണ്ട്. നമുക്ക് എന്താവശ്യമാണ്? വീണ്ടും ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. അവിടെ പ്രവാചകനായ ശമൂവേൽ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ കണ്ട് ഒന്ന് ഉണരുവാൻ സ്തോത്രം വർഷങ്ങളെ പരിചയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ശുശ്രൂഷ പരിചയങ്ങൾ, ആത്മീയ ജീവിതത്തിന്റെ പരിചയങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിച്ച പരിചയങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വീണ്ടും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ, കർത്താവേ ഏത് മേഖലയിലാണ് എനിക്ക് മടങ്ങി വരുവാനുള്ളത്? സ്തോത്രം. ഏത് മേഖലയിലാണ് ഞാൻ യഥാസ്ഥാനപ്പെടുവാനുള്ളത്? ദൈവ സാന്നിധ്യം നിന്ന് അകലെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ ഏത് മേഖലകളിലാണ് എനിക്ക് യഥാസ്ഥാനപ്പെടുവാനുള്ളതെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം, നമുക്ക് ഒന്ന് തിരിയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം.
അവിടെ നമ്മൾ കാണുന്നു 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർ മിസ്പയിൽ ഒന്നിച്ച് കൂടി. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ അവരെല്ലാം എന്ത് ചെയ്യുക? ചെതറിക്കിടന്നവരെ ഒന്നിച്ച് കൊണ്ടുക. എന്തിനു വേണ്ടിയാ? ദൈവസന്നിധിയിൽ ജീവിതത്തിന്റെ വിഷയങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അവരോട് പറയുകയാണ്. ഒന്നിച്ച് അവരെ മിസ്പയിൽ കൂട്ടുകയാണ്. സ്തോത്രം. എന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കർത്താവിദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞപോലെ പ്രാർത്ഥന എന്ന് പലർക്കും സ്തോത്രം എന്താ പറയുന്നത്, അധികം ഫ്ലേവർ ഇല്ലാത്ത ഒരു വിഷയമാണ്. സ്തോത്രം. നമുക്കറിയാം പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയുമാണ് ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ആൾക്കാർ കുറവുള്ള വിഷയം. എന്നാൽ ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടി ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ഈ പർമസസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരുമ്പോൾ കൂടി വരുന്ന ജനത്തിന് മധ്യേ ഇടപെടുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുക. നാം ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രി കൂടി വന്നിരിക്കുമ്പോൾ ഇത്രയും പേർ ഇവിടെ നിന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത്, കർത്താവേ ഈ ഫെസിലിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, 2-3 പേർ ഭൂമിയിൽ എന്റെ നാമത്തിൽ ഐക്യതപ്പെടുന്നിടത്ത് ഞാൻ പിതാവിനെ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ കാര്യങ്ങൾ നൽകി തരുമെന്ന് ദൈവത്തിന്റെ അത് വചനമുണ്ടെങ്കിൽ ഈ രാത്രിയിലും വിടുതലയക്കുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ അവർ ഒന്നിച്ച് മിസ്ബയിൽ കൂടി വന്നു. അവരാദ്യം കൂടി വന്നപ്പോൾ അവിടെ ചെയ്യുന്നത്, അവരാ ദിവസം ഉപവസിച്ച് ഞങ്ങളെ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവസന്നിധിയിൽ അക്നോളജ് ചെയ്യണം. എന്റെ ജീവിതത്തിൽ കുറവ് വന്നുപോയി, എന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയി. കർത്താവ് ഇഷ്ടപ്പെടുന്നത് പാപിയെ ദൈവം സ്നേഹിക്കുമ്പോഴും പാപത്തെ കർത്താവ് വെറുക്കുകയാണ്. കുറവില്ലാത്തവരായി ഭൂമിയിൽ ആരുമില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളത് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏറ്റു പറയണം, അത് അക്നോളജ് ചെയ്യണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ പാപങ്ങളുടെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. എന്താണ്? അസ്ഥിര പ്രതിഷ്ഠകൾക്ക് മുമ്പേ പോയത്, വിഗ്രഹങ്ങൾക്ക് മുമ്പേ പോയത്, ദൈവത്തെ ആരാധിക്കാതെ മറ്റു പലതിനെ ആരാധിക്കാൻ വേണ്ടി പോയതിനെ അവർ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രിയിലും നാം എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം മടങ്ങി വരുമ്പോൾ, മുടിയനായ പുത്രനെ മടങ്ങി വരുന്ന തന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ ചേർത്തണച്ച് അവനെ കുടുംബത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് പോലെ കരുണയുള്ള ഒരു പിതാവിനെയാണ് നാം ഇന്ന് രാത്രിയും സേവിക്കുന്നതെങ്കിൽ മടങ്ങി വരുന്ന നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിന്റെ 2ാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞ വർഷത്തിൽ ഒത്തിരി വാക്ചത്വങ്ങൾ നമ്മൾ പ്രാപിച്ചവരായിരിക്കാം. കഴിഞ്ഞ വർഷത്തിൽ ഒത്തിരി വിടുതലുകൾ നടക്കാതെ പോയി എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷത്തിൽ വേണ്ടുന്നത് പോലെ എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ പിന്മാറ്റങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ ഇന്ന് രാത്രിയും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വിടുതലയക്കുവാൻ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവരവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചു. പക്ഷെ അവർ ഒന്നിച്ചു കൂടിയിരുന്നത് ഫെലിസ്ത്യൻ അറിഞ്ഞപ്പോൾ അവരോട് യുദ്ധം ചെയ്യുവാൻ അവർ പേടിച്ച ശത്രു മിസ്പയിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ വലിയൊരു ഇടിമുഴക്കം അവരെ പരിഭ്രമിക്കുമാറാക്കി. അവർ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ആത്മതപനത്തോടെ ആയിരിക്കുമ്പോൾ, തന്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തായിരിക്കുമ്പോൾ അവർക്കെതിരെ എഴുന്നേറ്റു വന്ന ശത്രുവിനെതിരെ ആരെഴുന്നേറ്റു? ദൈവം എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇടപെടുവാൻ സ്വർഗ്ഗം ഇറങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
നമുക്കറിയാം ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സ്വതന്ത്ര പലായനത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? ഹല്ലേലൂയ. അവരുടെ അവരുടെ കഷ്ടത കണ്ടു. അവൻ അവരുടെ നിലവിളി കേട്ടു. അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം പറയാണ്, ഞാൻ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഈ പെർമിസസിന്മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവമക്കൾ ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി എന്ന വണ്ണം ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അവരുടെ എതിരെ വന്ന ഫെലിസ്ത്യ സൈന്യത്തിനെതിരെ ദൈവം ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ സഹായിച്ചു. 2 ഇൻസിഡന്റുകൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് മരണഭയത്തിലൂടി മരുഭൂമിയിൽ തലമുറ വെച്ച് കിടക്കുമ്പോൾ, ആ കിടപ്പിൽ കല്ല് തലമുറയായിട്ട് വെച്ച് കിടക്കുമ്പോൾ ആ കിടപ്പിൽ താന് ദർശനം കാണാനിടയായിട്ട് യഹോവ തന്നോട് സംസാരിച്ചു. അവിടെ വെച്ച് ആ കല്ല് നാട്ടി വെച്ചിട്ട് യാക്കോബ് ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയാണ്. നീ എന്റെ യാത്രയെ സഫലമാക്കുമെങ്കിൽ, ഞാൻ അനുഗ്രഹത്തോടെ മടങ്ങി വരുവാക്കുമെങ്കിൽ, ഈ കല്ല് നാട്ടിയ സ്ഥലം ഞാൻ നിനക്ക് ആരാധനാലയമാക്കി മാറ്റും. ഉടമ്പടിയുടെ ഒരു കല്ല് അവിടെ നമ്മൾ കാണുകയാണ്. ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ രക്ത ഉടമ്പടി യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും നമ്മളെ മടക്കിക്കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മളെ ഈ ദേശത്തേക്ക് ആരോഗ്യത്തോടെ കൊണ്ടുവന്നെങ്കിൽ ആരോഗ്യത്തോടെ മടക്കിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവർക്ക് മുന്നോട്ട് കടക്കുവാൻ കഴിയാത്ത യോർദാനെ സ്തോത്രം പെട്ടകം ചവിട്ടിയ പുരോഹിതന്മാർ കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയി മാറി. സ്തോത്രം. യോർദാന്റെ നടുക്ക് നിന്ന് അവർ 12 കല്ലുകളെ എടുത്ത് നാട്ടി വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? സ്തോത്രം. ദൈവം അവരെ വിടുവിച്ച ഓർമ്മ, അവർ ആ വിടുതലിനെ ഓർക്കുവാൻ തക്കവണ്ണം കല്ല് ശേഖരിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ വേദനയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം പറയുമ്പോഴും അതിനെ അറിഞ്ഞ് ഇടപെടുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് നമ്മൾ ചിന്തിച്ചത് ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാഗൽഭ്യമല്ല, UPFKയുടെ പ്രവർത്തനങ്ങളെ, KTMCCയുടെ പ്രവർത്തനങ്ങളെ, ഈ പെർമിസസിനെ, ഈ രാജ്യത്ത് നമ്മുടെ ഓരോരുത്തരെയും താമസത്തെ, നമ്മുടെ ജോലി മേഖലകളെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത് ഓർത്ത് മഹത്വപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടെ കർത്താവിന് പറയുവാനുണ്ട്. ഇനിയും സഹായിക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ഇനിയും നടത്തുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ഇനിയും പരിപാലിക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന് അറിയാൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലരുടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രതിസന്ധിയുടെ പക്ഷത്തിൽ അപ്പോസ്തലന്മാർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അവരുടെ ഒരു ഭയം, ചെറിയൊരു ഭയം അവരുടെ ഉള്ളിൽ വന്നു. അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം, ഞങ്ങൾക്ക് ബലം തരണമേ, ഞങ്ങൾക്ക് ശക്തി തരണമേ, ഈ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ബലം തരണമേ എന്നവർ പ്രാർത്ഥിച്ച നിമിഷത്തിൽ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്നതുപോലെ വീണ്ടും ദൈവസാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കയോട് ഞാൻ നിന്നെ നടത്തുമെന്ന് അരുളി ചെയ്യുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് പറയുവാനുള്ള കാര്യമുണ്ട്. ഫെലിസ്ത്യ നിമിത്തം നമ്മൾ ഭയപ്പെടേണ്ട, പ്രതിസന്ധികൾ നിമിത്തം നമ്മൾ ഭയപ്പെടേണ്ട, പ്രതികൂലങ്ങൾ നിമിത്തം നമുക്ക്
ഭയപ്പെടേണ്ട, നമുക്കും ഒരു എബനേസർ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എബനേസർ നമ്മുടെ കർത്താവാണ്. നമ്മുടെ എബനേസർ നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. ആമേൻ. അവൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. പോയിട്ട് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരും. ഈ കാലഘട്ടത്തിൽ ഒന്നിൽ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവ് വീണ്ടും മടങ്ങി വരും. അല്ലെങ്കിൽ നമ്മളെ ചേർക്കുവാൻ അവൻ വീണ്ടും മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതുവരെയും അവൻ കർത്താവ് നമ്മളോട് പറയുന്നത്, രാത്രിയിൽ നമ്മൾ കർത്താവ് പറയുന്നു, ഇതുവരെ നടത്തിയ ദൈവം ഇനി നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം